PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. അൻവർ നൽകിയ പരാതിയും ADGP MR അജിത് കുമാർ നൽകിയ കത്തും അന്വേഷണ വിഷയമാകുമെന്ന ഉത്തരവിലുണ്ട്. എന്നാൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ DGPക്ക് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. ADGPക്കെതിരായ അന്വേഷണ സംഘത്തിൽ കീഴുദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതും വിവാദമായിട്ടുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീജിത്ത്, ഇന്നലെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമെന്ന് രാവിലെ മുതൽ കേൾക്കുന്നു. രാത്രി വൈകിയിട്ടും ഉത്തരവിറങ്ങാൻ വൈകുന്നു. ഒടുവിൽ ഉത്തരവിറങ്ങിയപ്പോൾ കീഴുദ്യോഗസ്ഥരെ കൂടി ചേർത്തുകൊണ്ടുള്ള അന്വേഷണ സംഘം DGP അന്വേഷിക്കുമെന്നും പറയുന്നു. DGPക്ക് നേരത്തെ തന്നെ DGPയെ മറികടന്നുള്ള നടപടികളിലേക്ക് ADGP പോകുന്നു എന്ന പരാതികൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ DGPക്ക് അതൃപ്തി എന്നാണ് അറിയുന്നത്. എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രവർത്തന രീതി? ഏത് രൂപത്തിലായിരിക്കും ശ്രീജിത്ത്? സ്മൃതി, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജിത് കുമാർ നൽകിയ പരാതിയും അന്വേഷിക്കുന്നത്. ഈ 5-അംഗ അന്വേഷണ സംഘത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഒഴികെ മറ്റ് എല്ലാ 4 പേരും ADGP MR അജിത് കുമാറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിൽ 2 പേർ ക്രമസമാധാന മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. IG G സ്പർദ്ധൻ കുമാറും മറ്റൊന്ന് തൃശ്ശൂർ റേഞ്ച് IG തോംസൺ ജോസും. ഇവർ 2 പേരും അവരുടെ ഡയറക്ടർ റിപ്പോർട്ടിംഗ് അതോറിറ്റി MR അജിത് കുമാറാണ്. അപ്പോൾ എങ്ങനെ നിഷ്പക്ഷമായ നീതിപൂർവകമായ ഒരു അന്വേഷണം നടക്കും? ഫലപ്രദമായ ഒരു അന്വേഷണം എങ്ങനെ ഈ അജിത് കുമാറിനെതിരായി ഉയർന്ന ആരോപണങ്ങൾ നടക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അജിത് കുമാറിന് നൽകിയ കത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുക. അതായത് അജിത് കുമാർ നൽകിയ കത്തും അതിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളും ഈ അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾ വരുന്ന കാര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അജിത് കുമാറിനെയും സർക്കാർ കൈവിടുന്നില്ല. അദ്ദേഹത്തെ ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ക്രമസമാധാന രംഗത്ത് തന്നെ നിലനിർത്തുന്നതിനൊപ്പം തന്നെ അദ്ദേഹം നൽകിയ പരാതിയും സർക്കാർ പരിഗണിക്കുന്നു. അപ്പോൾ ഒരു സർക്കാരിൻ്റെ പൊതുവിലുള്ള ഉദ്ദേശത്തെ കൂടി ചോദ്യം ചെയ്യുന്ന, അതായത് ഉയർന്നു വന്ന ആരോപണങ്ങൾ പരിശോധിക്കും, പുഴുക്കുത്തുകളെ സേനയിൽ വെക്കില്ല തുടങ്ങിയ ആ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉദ്ദേശത്തിൽ തന്നെ സംശയമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ അന്വേഷണ സംഘത്തിന്റെ രീതി വന്നിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ മാറ്റി നിർത്തുമെന്ന ശക്തമായ വാക്കുകൾ മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നു. ആ പരിപാടിയുടെ തന്നെ അവസാനത്തിൽ ADGP MR അജിത് കുമാറിന്റെ പ്രസംഗം ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന്റെ രൂപത്തിലായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ പലതും ആർക്കും അറിയില്ല എന്ന രൂപത്തിലുള്ള പ്രസംഗം. അപ്പോൾ ഒരു നടപടി അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ADGPക്കെതിരെ കൃത്യമായ തെളിവുകൾ വേണ്ടതുണ്ട്. IPS ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ തെളിവില്ലാതെ മാറ്റി നിർത്തൽ അടക്കമുള്ള അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക്, മാറ്റി നിർത്തലല്ല സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ ഒരു പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാണും. കാരണം കൃത്യമായ തെളിവുകൾ അതിൽ കിട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാറ്റിൽ പോയി സ്റ്റേ ഓർഡറൊക്കെ വാങ്ങാൻ അവർക്ക് സാധിക്കും. പക്ഷേ മാറ്റി നിർത്തൽ എന്നൊരു കാര്യം സാധ്യമാണല്ലോ. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തൽ എന്നൊരു സാധ്യമാണല്ലോ. അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം തുടരുന്നു? അതിന് പിന്നിലെ സമ്മർദ്ദം എവിടെ നിന്നാകാം ശ്രീജിത്ത്? സ്മൃതി, ഇന്നലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന പ്രതീതിയാണ് പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടത്. അത്തരമൊരു പ്രതീക്ഷ ഈ ആരോപണം ഉന്നയിച്ചവർക്കും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകൾ കൈമാറാനിരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ സംഘം പ്രഖ്യാപിച്ച് സർക്കാരിൻ്റെ തീരുമാനം രാത്രി 10 മണിയോടുകൂടി പുറത്തു വരുമ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നുവെന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതായത് സർക്കാർ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കും, പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് പുറത്തു കളയും, അച്ചടക്കമുള്ള സേനയാണ് വേണ്ടത്, ഈ കാര്യത്തിൽ ഏറ്റവും ശക്തമായൊരു സമീപനം സ്വീകരിക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും ആ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക പോലുള്ള അല്ലെങ്കിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുക പോലുള്ള നടപടികൾക്ക് ഒരുപക്ഷെ ഒരു എൻക്വയറി റിപ്പോർട്ട് വേണം, ഉപോത്ബലകമായ തെളിവുകൾ വേണം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒരു പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി മറ്റേതെങ്കിലും അപ്രധാന തസ്തികയിലേക്ക് നിയമിക്കുന്ന
പരിഹരിക്കുന്നതിന് സർക്കാരിന് മുന്നിൽ ഒരു തടസ്സമില്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് അത് സാധിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അത്തരമൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ പോലും പ്രാപ്തമല്ലാത്ത തരത്തിൽ എന്ത് സ്വാധീനമാണ് സർക്കാരിന് മേൽ, മുഖ്യമന്ത്രിക്ക് മേൽ, ആഭ്യന്തര വകുപ്പിന് മേൽ MR രാജകുമാറിനുള്ളത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുമെല്ലാം ഉയർന്നത്. അപ്പോൾ സർക്കാർ MR രാജകുമാറിനെ മാറ്റി നിർത്താൻ പോലും മടിക്കുന്നു എന്നത് ഒരു ഗുരുതരമായ പ്രശ്നമായി മാറുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് അതൃപ്തിയുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അതൃപ്തിക്കപ്പുറത്തേക്ക് വളർന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് സ്വാധീനം കൊണ്ട് വളർന്നയാളാണ് MR രാജകുമാർ. അദ്ദേഹത്തിൻ്റെ അതൃപ്തിയൊന്നും സർക്കാർ വലിയ രീതിയിൽ കണ്ടെന്ന് നടിക്കാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും MR രാജകുമാറിനെ മാറ്റിനിർത്തിയൊരു അന്വേഷണമില്ലാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം ഫലപ്രദമായി നടക്കില്ല, നീതിപൂർവമായി നടക്കില്ല, നിഷ്പക്ഷമായി നടക്കില്ല എന്ന ഉറപ്പാണ്. ശ്രീജിത്ത്, ഇപ്പോൾ പുറത്തു വന്ന ശബ്ദരേഖ എന്നുള്ളത് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. PV അൻവറിന്റെ ആരോപണമായിട്ട് അത് നിൽക്കുകയാണ്. SP സുജിത് ദാസിനെതിരെ തെളിവായി ശബ്ദരേഖ തന്നെ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് മേലുദ്യോഗസ്ഥർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട SP സ്ഥാനത്തു നിന്നും മാറ്റുന്നു എന്നതിനപ്പുറം ഒരു നടപടിയിലേക്ക്, സസ്പെൻഷൻ നടപടിയിലേക്ക് പോലും കടന്നിട്ടില്ല. എന്താണ് അത് നൽകുന്ന സൂചന? സ്മൃതി സൂചിപ്പിച്ചതുപോലെ സുജിത് ദാസിനെതിരെ ഒരു ടെലിഫോൺ റെക്കോർഡിൻ്റെ തെളിവുണ്ട്. ആ ഫോൺ റെക്കോർഡ് എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച ഇതുവരെയും സുജിത് ദാസ് രംഗത്ത് വന്നിട്ടില്ല. അതിനുശേഷം ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താതെ സുജിത് ദാസ് ഏതാണ്ട് ഒളിവിലെന്ന പോലെ നിൽക്കുകയാണ്. അദ്ദേഹം 3 ദിവസം അവധിയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ സ്ഥലം മാറ്റം നൽകിക്കൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു. സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് സുജിത് ദാസിനോട് നിർദ്ദേശിക്കുന്നത്. സേനയ്ക്കാകെ കളങ്കമുണ്ടാക്കുന്ന, സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഈ സുജിത് ദാസ് ഈ PV അൻവർ MLA-യുമായുള്ള സംഭാഷണത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം നടത്തിയ ആൾ, സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ ആൾ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറയുക കൂടി ചെയ്ത ആൾ, അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ പദവിയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? മാത്രമല്ല PV അൻവർ അദ്ദേഹത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധമാണ്. മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സുജിത് ദാസിന് കസ്റ്റംസിൽ ബന്ധങ്ങളുണ്ടെന്നും ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണം കടത്തി വരുന്നവരെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ച് അവരെ വിമാനത്താവളത്തിന് പുറത്തെത്തിച്ച് അവർക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ പിടിച്ചെടുക്കുന്ന സ്വർണം പൂർണ്ണമായും കസ്റ്റംസിന് തിരികെ കൊടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിനെതിരെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ ക്യാമ്പ് ഹൗസിലെ മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഫർണിച്ചർ കത്തിച്ചു കളഞ്ഞു എന്ന ആക്ഷേപവും സുജിത് ദാസിനെതിരെയുണ്ട്. ഈ ആരോപണങ്ങളിലൊന്നും കൃത്യമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്ന് പറയുമ്പോൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ സുജിത് ദാസിനും MR രാജകുമാറിനും ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾക്ക് സർക്കാർ ചെവി കൊടുക്കുന്നു. അവർക്കും അതിൽ ആശങ്കയുണ്ട് സർക്കാരിന്, ഭരണ നേതൃത്വത്തിന് എന്ന് വേണം മനസ്സിലാക്കാൻ. ആശ്രിത്താണ് വിവരങ്ങൾ നൽകുന്നത്. അന്വേഷണ സംഘമായിരിക്കുന്നു, 5 അംഗ സംഘം. DGPയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘത്തിൽ DGP ഒഴിച്ച് ബാക്കി 4 ഉദ്യോഗസ്ഥരും ADGPക്ക് കീഴിലാണ്. ADGPയുടെ വകുപ്പിൽ തന്നെയുള്ള 2 ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരെങ്ങനെ ADGPക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് നടപടിയില്ലാത്തത്? ഇപ്പോൾ ആരോപണമുയർന്ന 2 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി എന്ന രൂപത്തിൽ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് തടസ്സം എന്നുള്ളതാണ് സർക്കാർ പറയേണ്ടത്. പ്രതിപക്ഷത്തു നിന്നും ആ ചോദ്യങ്ങൾ ഉയരുകയാണ്, മാധ്യമങ്ങളിൽ നിന്ന് ആ ചോദ്യം ഉയരുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം PV അൻവർ MLA മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്നു. പുറത്തുവിട്ട തെളിവുകൾക്കപ്പുറം കൂടുതൽ തെളിവുകളുമായിട്ടാണോ മുഖ്യമന്ത്രിയെ അൻവർ കാണുന്നത്? എന്താണ് കൂടിക്കാഴ്ചയുടെ സ്വഭാവം? കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ കാര്യങ്ങൾ എന്തൊക്കെ കൂടുതൽ പറയാനിരിക്കുന്നു? നമുക്ക് നോക്കാം.